ഭഗവാന്റെ മഹത്വത്തെ മനസ്സിൽ ഉറപ്പിക്കുക. ഇന്നത്തെ പോലെ അല്ല പണ്ട് കാലങ്ങളിൽ ഉപാസനകളൊക്കെ ആളുകൾ കൊണ്ട് നടന്നിരുന്നത്. ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിച്ച്, അതിപ്പോൾ ശ്രീ പരമേശ്വരനെങ്കിൽ ശ്രീ പരമേശ്വരൻ, ശ്രീ മഹാദേവി എങ്കിൽ ദേവി, വിഷ്ണു ഭഗവാനെങ്കിൽ വിഷ്ണു ഭഗവാൻ, ആരെയെങ്കിലും ഒരാളെ ഉപാസിച്ച് അദ്ദേഹത്തെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്ത് ആ മാർഗത്തിലൂടെ, ഈശ്വരോപാസനയിലൂടെ ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേരുക, ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുക. ഇതാണ് പഴയൊരു സമ്പ്രദായം. ഇന്നത്തെ പോലെ അവിയല് പരുവത്തിലുള്ള ഉപാസനകളൊന്നും അന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ, വിഷ്ണുവിനെ ഉപാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷ്ണുവിൻ്റെ മഹത്വം പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ പറ്റണം. ശിവനെ ഉപാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിവന്റെ മഹത്വം, ശ്രീപരമേശ്വരന്റെ മഹത്വം മനസ്സിൽ പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റണം. ദേവിയെ ഉപാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പരമശക്തിയായിട്ട് ദേവി തന്നെ ഉള്ളൂ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റണം. ഈ രീതിയിലാണ് പുരാണങ്ങളുടെയൊക്കെ ഒരു ഘടന, കഥകളൊക്കെ. അതുകൊണ്ട് നോക്കിയാൽ എല്ലാത്തിലും വലിയ ശക്തിയായിട്ട് ശ്രീ മഹാദേവി തന്നെയാണ് ഉള്ളത് എന്ന് ദേവി ഭാഗവത്തിലും, ശിവപുരാണം വായിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉപരിയായിട്ട് ശ്രീപരമേശ്വരനാണ് വിരാജിച്ചുകൊണ്ടിരിക്കുന്നതെന്നും, അതുപോലെ തന്നെ ഭാഗവതം എടുത്തു നോക്കിയാൽ സകല ദേവതകളാലും അഭിവന്ദ്യനായിട്ട് ശ്രീ മഹാവിഷ്ണു വിരാജിക്കുന്നതാണ് എന്നും കാണാൻ സാധിക്കും. ഇത് പരസ്പര പൂരകങ്ങളാണ്, ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ആളുകൾക്ക് സംശയം തോന്നാം, എന്തേ ഇങ്ങനെ പറയാൻ? അവിടെ നോക്കുമ്പോൾ അവിടെ വേറൊരു ദേവത, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേറൊരു ദേവത, അവിടെ മഹാവിഷ്ണു പോലും ശ്രീപരമേശ്വരനെ വന്ദിച്ച് നിൽക്കുന്നതായിട്ട് കാണാം, ഇവിടെ വിഷ്ണുവിനെ വന്ദിച്ചുകൊണ്ട് ശ്രീപരമേശ്വരൻ നിൽക്കുന്നതായിട്ട് കാണാം. ഇതെന്താ ഇങ്ങനെ? ഇതൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള വിഷയമല്ലേ എന്ന് തോന്നാം. അങ്ങനെയല്ല, ഇത് പരസ്പര പൂരകങ്ങളാണ്. ഒരേ ഒരു ഈശ്വരനെ തന്നെയാണ് വിവിധ ഭാവങ്ങളിൽ നമ്മൾ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. പലരും പല രൂപത്തിൽ, ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി. ഒരേ ഒരു ഈശ്വരനെ തന്നെ പല രൂപത്തിൽ നമ്മൾ വിളിക്കണം. ബ്രഹ്മം എന്ന് ചിലർ വിളിക്കും, ചിലർ പരമാത്മാവെന്ന് വിളിക്കും, ചിലർ ഭഗവാൻ എന്ന് വിളിക്കും, ചിലർ അതിന് വിഷ്ണു എന്ന് പേരിടും, ശിവൻ എന്ന് പേരിടും, പാർവതി എന്ന് പേരിടും, ദുർഗയെന്ന് പേരിടും. ഏത് പേരിട്ട് വിളിച്ചാലും ഒരേ ഒരു ഈശ്വര തത്വത്തെ തന്നെയാണ് ഇവിടെ പല ഭാവങ്ങളിലൂടെ പ്രതിപാദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏത് ദേവതാഭാവത്തിലാണോ നമ്മൾ ആ ഈശ്വരനെ ഉപാസിക്കുന്നത്, ആ ദേവതയുടെ മഹത്വത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ട് ആ ദേവതയുടെ മുമ്പിൽ ആശ്രയിച്ചുകൊണ്ട്, സറണ്ടർ ചെയ്തുകൊണ്ട്, അൺകണ്ടീഷണൽ സറണ്ടറിങ്, യാതൊരു ഉപാധികളും ഇല്ലാതെ നമ്മൾ ആ ദേവതയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ആ ഉപാസന പിന്തുടരുമ്പോഴാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുക. ഭാഗവതം ആ മാർഗം തന്നെയാണ് കാണിച്ചു തരുന്നത്. ഭാഗവതം 10 ലക്ഷണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗവതത്തിന്റെ 12ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം പറയുന്നത് ആശ്രയം എന്നുള്ളതാണ്. എന്താണ് ആശ്രയം? ഭഗവാനെ സർവാത്മന ആശ്രയിക്കുക, സറണ്ടർ ചെയ്യുക. ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സർവാത്മന സമർപ്പിക്കുക, യാതൊരു ഉപാധികളും ഇല്ലാതെ, ഒരു കണ്ടീഷൻസും അവിടെ പാടില്ല. അങ്ങനെ നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാന്റെ മുമ്പിൽ നമുക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ഭഗവാനെ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളാറാവണം. ആ ഭഗവാനിൽ പരമായിട്ട് വേറൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കണം. അതിനാണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറയണത്. പല ദേവന്മാരെയും പല ആളുകളും ഉപാസിക്കാറുണ്ട്. പക്ഷേ ഈ ശ്രീപരമേശ്വരനെയൊക്കെ ഉപാസിച്ച ആളുകൾക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ആ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്താണ് ഒരിക്കല് മൃഗാസുരൻ ശ്രീപരമേശ്വരനെ ഉപാസിച്ചൊരു വരം നേടിയെടുത്ത കഥ പറയണം. എന്താ അദ്ദേഹം വരം നേടിയെടുത്തത്? താൻ ആരെ സ്പർശിച്ചാലും അവരതോടുകൂടി മരിക്കണം. ഇങ്ങനെ ഒരു വരം വാങ്ങിയെടുത്തു അത്രേ. അങ്ങനെ ഭഗവാൻ ആ വരം കൊടുത്തു. വരം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മൃഗാസുരന് പാർവതി ദേവിയൊക്കെ ശ്രീപരമേശ്വരന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ പാർവതി ദേവിയിൽ ഒരു മോഹം തോന്നി. ഗൗരീഹരണലാലസനായിക്കൊണ്ട് ആ പാർവതി ദേവിയെ സ്വന്തമാക്കാം, തൻ്റെ വരം ഒന്ന് പരീക്ഷിക്കുകയും വേണം, അതിനെന്താ ഒരു വഴി എന്ന് വിചാരിച്ചപ്പോഴാണ് തൻ്റെ കൈകൊണ്ട് ഈ വരം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശ്രീമഹേശ്വരനെ തന്നെ ഒന്ന് തൊട്ടാലോ എന്ന് തോന്നിയത്. അങ്ങനെ ഭഗവാനെ തൊടാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഭഗവാൻ അവിടുന്ന് ഓടാൻ തുടങ്ങിയിട്ട്. കാരണം എന്താ, ചോറ് കൊടുത്ത കൈകൊണ്ട് ഉദകക്രിയ ചെയ്യണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് വേറൊന്നല്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൃഗാസുരൻ പിന്നാലെ ഓടുന്നു, ഭഗവാൻ മുമ്പിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഇവനെ എങ്ങനെ ഒഴിവാക്കും എന്ന് വിചാരിച്ചപ്പോൾ ഭഗവാനെ ഇങ്ങനെ ഒന്ന് മനസ്സുകൊണ്ട് സ്മരിച്ചു അത്രേ. അപ്പോഴേക്കും ഭഗവാൻ ഒരു കുട്ടിയായിട്ട് അവിടെ വന്നു. വേഗം ശാകുനേയ എന്ന് വിളിച്ച് മൃഗാസുരനെ അവിടെ തടഞ്ഞു നിർത്തി. എന്താ അങ്ങ് ഓടണത്? അല്ല, ഞാനേ ഒരാളെ പിന്തുടർന്ന് ഓടുക. ആരെയാ പിന്തുടർന്നത്? ശ്രീപരമേശ്വരനെ. എന്താ വല്ല വരവും വാങ്ങാനാണോ? അതല്ല, വരം വാങ്ങാനൊന്നല്ല, ഒരു വരം തന്നിട്ടുണ്ടാവുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ. അതെയോ? എന്തു വരാ തന്നത്? അതോ, ഞാൻ ആരെ തൊട്ടാലും അവര്, ആരുടെ ശിരസിൽ തൊട്ടാലും അവരപ്പോ
ഭസ്മായി തീരും എന്നൊരു വരം വാങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും ആ ശ്രീ പരമേശ്വരന്റെ അടുത്തുനിന്ന് വരം വാങ്ങോ? അദ്ദേഹം ഇപ്പൊ ശപിച്ചാലൊന്നും അങ്ങനെ ഫലിക്കാറൊന്നുമില്ല. ആ ദക്ഷന്റെയൊക്കെ ആ ശാപത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ വളരെ കഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഇങ്ങനെ ഭ്രമിപ്പിച്ച്, ഇനിയിപ്പോൾ അഥവാ സംശയം ഉണ്ടെങ്കിൽ അവനവന്റെ തലയിലേക്ക് അവനവന്റെ കൈകൊണ്ടും തൊട്ട് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇയാൾ എന്ത് ചെയ്തു? വേഗം തന്റെ ശിരസിലേക്ക് തൊട്ടപ്പളിക്കുമ്പോൾ അതോടുകൂടി അയാളുടെ കഥ കഴിഞ്ഞു. ഇങ്ങനെ മൃഗാസുരനെ വധിച്ചു. അപ്പോൾ ദേവന്മാര് പലരും ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രകോപികളായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവര് ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് ഭഗവാൻ അവരുടെ മനസ്സിന്റെ പക്വത, ആ പക്വത നോക്കിയിട്ട് ശേഷം മാത്രമേ അനുഗ്രഹിക്കുള്ളൂ എന്ന് അവിടെ ആ കഥ കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം പിന്നെ സരസ്വതി നദിയുടെ തീരത്ത് സത്രം നടത്തിക്കൊണ്ടിരുന്നതായ മഹർഷിമാർ തമ്മിൽ വലിയൊരു സംശയം, വലിയൊരു തർക്കം. എന്താ? ത്രിമൂർത്തികളിൽ വെച്ച് ആർക്കാണ് ഏറ്റവും കൂടുതൽ സത്വഗുണം ഉള്ളത് എന്ന്. അങ്ങനെ അത് അറിയാൻ വേണ്ടിയിട്ട് അവർ ഭൃഗു മഹർഷിയെ ഏൽപ്പിച്ചു. ഭൃഗു മഹർഷി ആദ്യം തന്നെ ബ്രഹ്മലോകത്ത് ചെന്നു. അവിടെ ചെന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് കയർത്ത് സംസാരിച്ചു. ബ്രഹ്മാവ് അവിടുന്ന് അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു. അതിനുശേഷം കൈലാസത്തിൽ ചെന്ന് ശ്രീപരമേശ്വരനെ അധിക്ഷേപിച്ചു. ശ്രീപരമേശ്വരൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു. അവസാനം വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവിടെ ലക്ഷ്മി തൽപ്പത്തിൽ കിടക്കുന്നതായ ഭഗവാനെ കണ്ടുത്രേ. വേഗം അങ്ങോട്ട് ചെന്ന് ഭഗവാന്റെ നെഞ്ചിലൊരു ചവിട്ട് കൊടുത്തു. പകലുറങ്ങുന്നോ മാറ്റിയാനെന്ന് ചോദിച്ചൊരു ചവിട്ട് കൊടുത്തു. അപ്പോഴേക്കും ഭഗവാൻ ചാടി എണീറ്റു അത്രേ. ചാടി എണീറ്റ് മഹർഷിയെ കണ്ട് നമസ്കരിച്ചു. എന്നിട്ട് ആ പാദങ്ങൾ ഒഴിഞ്ഞു കൊടുത്തു. നാം അതീവ കോമളവും താതാ ചരണവും, ഈ കാലുകൾ ഇത്ര മൃദുലങ്ങളാണല്ലോ, അത് എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയത് കൊണ്ട് അങ്ങയുടെ കാലുകൾക്ക് വേദന ഉണ്ടായോ എന്ന് ചോദിച്ചു എന്നാണ്. ഭഗവാൻ അല്ലാണ്ട് വേറെ ആർക്കും ഇതൊന്നും സാധിക്കുന്നു തോന്നണില്ല കേട്ടോ. നെഞ്ചത്ത് അങ്ങനെ ചവിട്ടുന്ന സമയത്ത് കാല് തലോടി കൊടുക്കണമെങ്കിൽ. എന്തായാലും ഇങ്ങനെ സത്വമൂർത്തിയായിട്ടുള്ളത് വിഷ്ണു തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ ആ കഥ പറഞ്ഞു. അതിനുശേഷം പിന്നീട് അർജുനൻ എടുത്തു ചാടിയ ഒരു അബദ്ധത്തിലേക്ക് എടുത്തു ചാടിയ കഥയാണ് പറയണത്. അർജുനൻ ഒരിക്കൽ ദ്വാരകയിലെത്തിയ സമയത്ത് അവിടെ വെച്ച് ഒരു ബ്രാഹ്മണൻ തൻ്റെ മരിച്ചുപോയ കുട്ടിയുടെ ജഡവുമായിട്ട് ഭഗവാന്റെ സഭയുടെ മുമ്പിൽ വന്ന് അവിടെ നിന്ന് ഭഗവാനെ ചീത്ത പറയുന്നത് കാണാനിടയായി. അപ്പോൾ കുറെ അങ്ങനെ ചീത്ത പറയണ്ടേ, ഈ കൃഷ്ണൻ വഷളൻ, ഇവന്റെ ദുർഭരണം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഈ കുട്ടി ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം, ഈ മരിച്ചു പോകാൻ കാരണം ഇവനാണെന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ ചീത്ത പറയാണ്. ഭഗവാനാകട്ടെ ബലഭദ്രസ്വാമി ആകട്ടെ ആ സഭയിലുണ്ടായിരുന്ന ആരും തന്നെ ഈ ബ്രാഹ്മണന്റെ വാക്കുകളെ ഗൗനിച്ചിട്ടുമില്ല. അപ്പോൾ അതിങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനന് തോന്നി എന്താ വിഷയം എന്നൊന്നും അറിയണല്ലോ, എന്താ ഇവരാരും ഈ ഇദ്ദേഹത്തിന്റെ ആ വിഷയം ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ വിചാരിച്ച് ആ മഹർഷിയുടെ ബ്രാഹ്മണന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലേ ബ്രാഹ്മണൻ, എന്താ അങ്ങയുടെ വിഷമത്തിന് കാരണം, എന്താ അങ്ങ് ഇവിടെ വന്ന് കൃഷ്ണനെ ചീത്ത പറയാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 9 കുട്ടികളുണ്ടായി, 9 പേരും മരിച്ചു പോകണ്ടായത്. ഇങ്ങനെ അകാല മൃത്യു എൻ്റെ കുട്ടികൾക്കുണ്ടായത്, ബാലമരണങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം എന്താ? ഭരണാധികാരികൾ നേരെയല്ലാത്തത് കൊണ്ടാണെന്ന്. അതുകൊണ്ട് ഇവിടുത്തെ ഈ കൃഷ്ണന്റെ ദുർഭരണം കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കൃഷ്ണനെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒന്ന് നിർത്തൂ, ഒരു കാര്യം ചെയ്യൂ, അങ്ങേക്ക് അടുത്ത കുട്ടി ഉണ്ടാവുമ്പോൾ ഞാൻ ആ കുട്ടിയെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അതിന് നീ ആരാ? അതാണ് അടുത്ത ചോദ്യം. ബ്രാഹ്മണൻ ചോദിക്കുക, അത് നീ ആരാ എന്ന്. അർജുനൻ അവിടെ ഞെട്ടിപ്പോയി എന്നല്ല, അർജുനന്റെ ഈഗോ ഹർട്ടായി. കാരണം എന്താ, ഇന്നേ വരെ അർജുനനെ അറിയാത്ത ഒരാളെ പറ്റി അർജുനൻ കണ്ടിട്ടില്ല, അല്ലെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരാൾ വന്നിട്ട് അർജുനനെ അറിയില്ല എന്ന് പറയില്ല. കാരണം എല്ലാവരുടെ അടുത്ത് പേര് കേട്ട ആളാണ് അർജുനൻ. അങ്ങനെയുള്ള ഒരാളെ വന്നിട്ട് നീ ആരാ എന്ന് ചോദിക്കുക. ഞാൻ അർജുനൻ കേട്ടിട്ടില്ല. ഏത് അർജുനൻ? ഞാൻ അങ്ങനെ അർജുനനെ പറ്റിയൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊരു ദേഷ്യം വന്നു, അർജുനന് ദേഷ്യം വന്നു. ഞാൻ ആരാന്നറിയില്ലേ? ശ്രീപരമേശ്വരന്റെ നെറുകന്തല അടിച്ച് പൊളിച്ച് പാശുപതാസ്ത്രം നേടിയെടുത്തിട്ടുള്ള ആളാ. എന്നെ പറ്റി അറിയും. നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാശ്മീരേവച അഹം വാ അർജുനോ നാമാ ഗാണ്ഡീവം യസ്യ വൈധനു. ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനെ പറ്റി കേട്ടിട്ടില്ല എന്നങ്ങ് പറയണത്. എങ്കിൽ അങ്ങ് ഉറപ്പിച്ചോളൂ, അങ്ങയുടെ അടുത്ത കുട്ടിയെ ഞാൻ സംരക്ഷിച്ചിരിക്കും. എൻ്റെ കഴിവ് എന്താണെന്ന് ഞാൻ അങ്ങയ്ക്ക് കാട്ടി തന്നിരിക്കും. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ തീച്ചാടി ഞാൻ മരിക്കും. ഇദ്ദേഹത്തിന് അർജുനെ അറിയാഞ്ഞിട്ടൊന്നല്ല, പക്ഷേ ഇപ്പൊ അദ്ദേഹത്തിന് സമാധാനമായി. എന്താ? തീയിൽ ചാടി മരിക്കും എന്ന് അർജുനൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു, സത്യം ചെയ്തു. അപ്പൊ എന്താ, അർജുനെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അതല്ല. പിന്നെന്താ, അവനോന്റെ സഹോദരി വിധവയാവണമെന്ന് ഒരു സഹോദരനും ആഗ്രഹിക്കുമോ? ഇല്ല. അർജുനൻ ആരാ? കൃഷ്ണന്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയുടെ ഭർത്താവാ. അപ്പൊ എന്തായാലും കൃഷ്ണൻ തന്നെ ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായും. അങ്ങനെ
അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് അർജുനെ വിവരമൊക്കെ അറിയിച്ചു. അങ്ങനെ പ്രസൂതി കാലമായപ്പോൾ മുൻകൂട്ടി തന്നെ അർജുനൻ അവിടെ എത്തിച്ചേർന്ന് തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഒരു സൂതികാഗ്രഹമൊക്കെ ഉണ്ടാക്കി, ഒരു പ്രസവ മുറിയൊക്കെ ഉണ്ടാക്കി ഈ വയറ്റാട്ടിയെയും ഈ സ്ത്രീയെയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. എന്നിട്ടോ അർജുനൻ അങ്ങനെ കാവല് നിൽക്കുക. ഈ യമനെന്നല്ല ഒരാളും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല, അത്ര ഉറപ്പാണ് അർജുനന്. അത്ര ആത്മവിശ്വാസത്തോടു കൂടി അർജുനൻ അവിടെ കാവല് നിന്നു. കുറച്ചു കഴിഞ്ഞു ഈ ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞതോടുകൂടി സാധാരണ ഈ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല, അപ്പൊ തന്നെ കരച്ചിൽ കിട്ടും. കാരണം എന്താ, പ്രസവിച്ചു കഴിഞ്ഞൊരു കുട്ടിയെ കാണാനില്ല. അവരാകെ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ബ്രാഹ്മണൻ വന്നു. ബ്രാഹ്മണൻ ചീത്ത പറയാൻ തുടങ്ങി അർജുനനെ. ഈ ക്ലീബന്റെ സ്വത്വമില്ലാത്തവന്റെ വാക്ക് കേട്ട് ഞാൻ വീണ്ടും ഇതിന് പുറപ്പെട്ടതാണ്, അബദ്ധമായത്. ഇതാ എന്റെ 10ാമത്തെ കുട്ടി, മുമ്പുള്ള കുട്ടികളുടെ മുഖമെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചിരുന്നു, ഇതിന്റെ മുഖം കൂടി എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അർജുനനെ കണ്ടമാനം ചീത്ത പറയാ. അർജുനൻ ആകെപ്പാടെ പരിഭ്രമിച്ചു. താൻ അറിയാതെ കണ്ടൊരു ഈച്ച പോലും കടക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവിടെ നിന്നത്. എന്നിട്ടോ കുട്ടി ഇവിടെ പോയി കാണാനില്ല. എല്ലാ സ്ഥലത്തും പോയി നോക്കിയത്രേ, സംയമനീപുരിയിൽ അടക്കം പോയി നോക്കിയെന്നാ, അവിടെ ഒന്നും കുട്ടിയെ കാണാനില്ല. അവസാനം അർജുനൻ പരാജയപ്പെട്ടു എന്ന് തോന്നി ഒരു തീക്കുണ്ടം ഉണ്ടാക്കി അതിലേക്ക് അങ്ങനെ ചാടാൻ തുടങ്ങുന്ന സമയത്ത് ഒരാൾ കയ്യിൽ പിടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോ ആരാ? ഭഗവാനാ. എന്താ അർജുന ഇങ്ങനെ ഒരു തന്തല്യായൊക്കെ കാട്ടണത്? എന്താ വിഷയം പറയൂ. അർജുനൻ കാര്യമൊക്കെ ഭഗവാന്റെ അടുത്ത് നിറകണ്ണുകളോടുകൂടി പറഞ്ഞു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഇത്രേ ഉള്ളൂ? ഇതിനായി ഈ അബദ്ധം കാണിക്കാൻ പോയത് ഒരു കാര്യം ചെയ്യൂ, വരൂ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അർജുനന്റെ കൈ പിടിച്ചു. ഭഗവാൻ രഥത്തിൽ കയറി. അങ്ങനെ ഭഗവാൻ തന്നെ തേര് തെളിച്ചു. ആ തേര് ശൈബ്യ സുഗ്രീവ മേഘപുഷ്പവരാഹകന്മാരാകുന്ന ഭഗവാന്റെ കുതിരകള് ഓടിച്ചു മുമ്പോട്ട് പോയി. അവസാനം ലോകാലോക പർവ്വതം കടന്ന അന്ധകാരത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ച സമയത്ത് ഭഗവാൻ തന്റെ സുദർശനത്തെ മുമ്പിൽ അയച്ചു. ആ സുദർശനത്തിന്റെ പ്രഭയിൽ വഴി കണ്ടുകൊണ്ട് ആ ഭഗവാന്റെ രഥം ഓടി ഓടി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. ദദർശ, അവിടെ ആരെ കണ്ടു? തത് ഭോഗസുഖാസനം വിഭൂം, സാക്ഷാൽ അനന്തന്റെ മേലെ പള്ളികൊള്ളുന്നവരായ ആ ശ്രീപത്മനാഭനെ അവിടെ ആ അർജുനനും ഭഗവാനും കണ്ടു. ഭഗവാൻ അവിടേക്ക് വന്ന് ഇവരെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, നരനാരായണന്മാരായിട്ടുള്ള നിങ്ങളെ ഒരുമിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് 1, 2, 3 എണ്ണി 10 കുട്ടികളെയും ഇതാ അവിടെ ഭഗവാന്റെ കയ്യിൽ കൊടുത്തു, അർജുനന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അർജുനൻ ആ ഭഗവാനോടൊപ്പം ആ ശ്രീനാരായണനെ നമസ്കരിച്ച് അവിടുന്ന് തിരിച്ച് ബ്രാഹ്മണന്റെ അടുത്ത് എത്തിച്ചേർന്ന് ആ കുട്ടികളെല്ലാം ബ്രാഹ്മണനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി അർജുനൻ ഒരു കാര്യം മനസ്സിലായി. എന്താ? യത്കിഞ്ചിൽ പൗരുഷം പുംസാ മേനേ കൃഷ്ണാനുകമ്പിതം. എന്തെങ്കിലും ഒരു പൗരുഷം തൻ്റെ ഉള്ളിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുകമ്പ കൊണ്ടുണ്ടായതാണ്. നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭഗവത് അനുകമ്പ കൊണ്ട് മാത്രമാണ്. വേറെ യാതൊരു അഹങ്കാരത്തിനും അവിടെ ഒരു സാധ്യതയുമില്ല. ലോകം മുഴുവനൊന്നും നോക്കി നോക്കൂ, എത്രയോ ആളുകൾ ഈ ലോകത്ത് ഇതൊന്നും സാധിക്കാതെ, ഒരു നിമിഷം സുഖമായിട്ടൊന്നും ഉറങ്ങാൻ സാധിക്കാതെ, വേദന തിന്നും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചും ജീവിക്കണു. നമുക്കിതൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടില്ല? ഇതൊക്കെ ഈശ്വരന്റെ അനുകമ്പ കൊണ്ടാണ്, ഭഗവത് അനുകമ്പ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അഹങ്കാരത്തെ ഒന്ന് താഴ്ത്തി വെക്കാൻ ശ്രമിച്ചാൽ ജീവിതം വളരെ സുന്ദരമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ ഭഗവാനാണ് ചെയ്യണത് എന്നുള്ള ഭാവത്തിൽ വിനയത്തോടുകൂടി ഈ ജീവിതത്തെ, ഓരോ കർമ്മങ്ങളെയും അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അതിനോട് അതിൽ ചേർന്ന് ലയിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഇതാണ് അവിടെ അർജുനൻ നമുക്ക് കാണിച്ചു തന്നത്.